എയർ ഇന്ത്യ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ DNA പരിശോധന ഫലം ഇന്ന് ലഭിച്ചേക്കും. ഇതുവരെ 119 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതിൽ 74 മൃതദേഹങ്ങൾ വിട്ടു നൽകി. വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നുണ്ട്. ശരത്ലാൽ, രഞ്ജിതയുടെ DNA പരിശോധന ഫലം ഇന്ന് ലഭിക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, ഇന്നലെ രാത്രി വൈകിട്ട് വരെ രഞ്ജിതയുടെ സഹോദരനും അടുത്ത ബന്ധുവും കൂടി ആശുപത്രിയിൽ DNA പരിശോധന ഫലത്തിൽ കാത്തു നിന്നിരുന്നു. എന്നാൽ ഇന്നലെ അർദ്ധരാത്രി വരെ DNA ഫലം ലഭിച്ചിട്ടില്ല. ഇന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ മൃതദേഹം, ഭൗതിക ശരീരം അല്ലെങ്കിൽ രഞ്ജിതയുടെ മൃതശരീരം കേരളത്തിൽ എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള പദ്ധതിയിലാണ് കുടുംബങ്ങളും ഇവിടെയുള്ള അഹമ്മദാബാദ് കേരള സമാജവും. ഏതായാലും ഇന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് അവരെ സംബന്ധിച്ചോളം പ്രതീക്ഷ. എന്നാൽ DNA ടെസ്റ്റ് 142 പേരുടെ 41 പ്ലസ് 9 പേരുടെ, അതായത് വിദ്യാർത്ഥികളുടെ പോലും 249 പേരുടെ DNA ടെസ്റ്റാണ്, ബോഡിയാണ് ഇപ്പോൾ നിലവിൽ ഫോറൻസിക് വിഭാഗത്തിലുള്ളത്. 165ഓളം വിദഗ്ധരും 54 സ്ത്രീകളടക്കമുള്ള ഡോക്ടർമാരും അടക്കമുള്ള വിദഗ്ധരുമായ ഗാന്ധിനഗറിലെ പ്രത്യേക സജ്ജമാക്കിയ ലേബിലാണ് ഈ DNA പരിശോധന നടക്കുന്നത്. ഈ പരിശോധന ഫലത്തിൽ വരുന്ന ചില ശരീരഭാഗങ്ങൾ മിക്സ് ചെയ്തു, ബേൺ ചെയ്തു അതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ DNA പരിശോധന വൈകുന്നത്. ഈ ലോകത്ത് തന്നെ ഇത്രയും പെട്ടെന്ന് ഇത്രയും അധികം DNA പരിശോധന നടത്തിയത് വളരെ ചുരുങ്ങിയ രാജ്യങ്ങളിൽ മാത്രമാണെന്നാണ് ആശുപത്രി അധികൃതർ ഇതിന് വിശദീകരണമായി പറയുന്നത്. ഏതായാലും രഞ്ജിതയുടെ മൃതശരീരം നാട്ടിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യവുമാണ് സഹോദരനും ബന്ധുവും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ അവരിപ്പോൾ 3 ദിവസമായി അവർ ഹോട്ടലിൽ തന്നെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഈ കാത്തിരിപ്പിന് അന്ത്യമുണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് കുടുംബം. അതുപോലെ തന്നെ ഈ എയർ ഇന്ത്യ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ മുഴുവനായിട്ട് ഇന്നലെ രാത്രിയും മുഴുവനായിട്ട് അഹമ്മദാബാദ് എയർപോർട്ടിലെ എയർ ഇന്ത്യ ആങ്കറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും പിന്നെ കൂടുതൽ പരിശോധനകൾ, കൂടുതൽ ഡാമേജ് ആവാതെ ഇനിയും അത് പൊട്ടുപൊടികൾ ഇനിയും ഉണ്ടാവാതെ അതേ രീതിയിൽ തന്നെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഗുജറാത്ത് പോലീസ് കമ്മീഷണർ ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ പൂർണ്ണമായിട്ട് വാഹന ഗതാഗതവും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്കും അല്പം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പൂർണ്ണമായ പരിശോധന ബോയിങ് കമ്പനിയും അതേപോലെ തന്നെ അമേരിക്കൻ ഏജൻസികളും നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ ഉന്നത സംഘം നിയോഗിച്ച ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഉന്നത സംഘത്തിൻ്റെ അംഗമായ ഉയർന്ന AIAB ഉദ്യോഗസ്ഥൻ ഇന്ന് സംഭവ സ്ഥലത്ത് എത്തുന്നുണ്ട്. ഇതുവരെ നടന്ന പരിശോധനകൾ തമ്മിലുള്ള ക്രോഡീകരിച്ചൊരു റിപ്പോർട്ടിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്നെത്തുന്നത്. അദ്ദേഹം 11 മണിയോട് കൂടിയിട്ട് അദ്ദേഹം സംഭവ സ്ഥലത്തും അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ രഞ്ജിതയുടെ മൃതദേഹം 11 മണിയോടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ DNA മാച്ചിങ് ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ മൃതദേഹം കൊച്ചിയിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് അഞ്ജലി കുടുംബം പറഞ്ഞിരിക്കുന്നത്.